ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ വൈറ്റ് ബോൾസത്തിൽ ഒരു മുട്ടും കൂടി ഇല്ലായിരുന്നോ, അതും കൂടി വിരിഞ്ഞുട്ടോ. അപ്പോൾ രണ്ടും കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയതാണ്. പിന്നെ നിങ്ങളെ കമൻസൊക്കെ ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈയും തരുന്നുണ്ട്. എൻ്റെ ചെടികളിലൊക്കെ ഒത്തിരി പൂമ്പാറ്റകളാണ് കേട്ടോ വന്നിരിക്കാറ്. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ അവരങ്ങനെ കിട്ടാറില്ല. ഇത് ഇന്നലെ ഞാനൊരു റോസ് മോട്ട് കാണിച്ചു തന്നിട്ടില്ലായിരുന്നോ, അത് വിരിഞ്ഞതാണ് കേട്ടോ. ശരിക്കും വിരിഞ്ഞിട്ടില്ല, നാളെ ആകുമ്പോഴത്തേനും ശരിക്കും വിരിയായിരിക്കും. ഇത് വലിയ റോസൊന്നുമല്ല കേട്ടോ, ചെറിയ റോസാണ്. ഈ റോസിൽ കുലകുത്തി പൂടാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഒരു മുട്ട അതിലുണ്ടായിട്ടുള്ളേ. ചെടികൾക്കൊക്കെ നന്നായിട്ട് ചാണകം ചേർത്ത് കൊടുക്കണം, എന്നാൽ തന്നെ നല്ലോണം പൂടുള്ളൂ. ഇവിടെ ചാണകം കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഇതിൽ ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ. എന്നാലും പൂക്കളുണ്ടായാൽ അത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നില്ല. ഇതിൻ്റെ ഇലക്ക തന്നെ നല്ലൊരു ഗ്ലേസിംഗ് ആണ്. ഒരു പ്ലാസ്റ്റിക് മോഡൽക്കാണ് ഈ ഒരു ചെടി നിൽക്കുന്നത്. ഇത് കനകാമ്പരത്തിൻ്റെ പിങ്ക് കളറ്. ഇതൊക്കെ ചട്ടിയിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തിൻ്റെ അരികിലേക്ക് ഇട്ടതാണ്. പിന്നെ ഇതിൽപ്പെട്ട വൈറ്റ് കളറ്, വയലറ്റ് കളറ്, ഈ 3 കളറാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ തെച്ചിയുടെ കളക്ഷൻ കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 6 കളറാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ വൈറ്റും വയലറ്റും ഇപ്പോൾ ഞാനൊന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഒരു ലൈറ്റ് വയലറ്റാണ്, ഡാർക്ക് വയലറ്റ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കൂടെ നടന്ന് തന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നേ ഇല്ല ഈ പൂച്ച. ഇന്നിങ്ങനെ തോണ്ടിക്കൊണ്ടേ ഇരിക്കണേ. എന്നെ രാവിലെ പുറത്ത് കണ്ടാൽ പിന്നെ സ്നേഹപ്രകടനമാണ്. പിന്നെ ഈ ഒരു ചെടിമ പൂടുന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ചെറിയ പേൾസ് പോലെ ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ വേഗം കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ തയ്യിന് അതൊരു പ്രോബ്ലം ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. നിങ്ങളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണെന്നുള്ളത്. എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളെ ഈ സപ്പോർട്ടാണ് എന്നെ വീണ്ടും വീഡിയോ ചെയ്യാനുള്ള എനിക്കൊരു പ്രചോദനം നൽകുന്നത്. ഈ പൂമൊട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ, മാലമുത്ത് പോലെയാണ് കേട്ടോ ഇതിൻ്റെ മുട്ടുകൾ ഇരിക്കുന്നത്. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഇതിൻ്റെ പേരെന്താണെന്നുള്ള എനിക്ക് അറിഞ്ഞൂട കേട്ടോ. പിന്നെ പൂച്ചെടിയിൽ 4 കളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇവിടെ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നാണ് ഇത് പൂവിട്ടത് കണ്ടത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ന് പുതിയൊരു അതിഥിയാണ് എൻ്റെ പൂന്തോട്ടത്തിൽ. ഇതിൻ്റെ കളർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞ് തരാൻ പറ്റുന്നില്ല, കാരണം അങ്ങനെ ഒരു കളറാണ്. ഡാർക്ക് ചുവപ്പും അല്ല, ഡാർക്ക് റോസും അല്ല, രണ്ടും കൂടി കലർന്നിട്ടുള്ളത്. എന്നിട്ട് അതിൽ വൈറ്റ് ഡോട്ട്സുകൾ, വൈറ്റ് പുള്ളികൾ. തുമ്പയുടെ പൂവാണ് കേട്ടോ അത്. ഇനി ഞാനത് വിരിയുമ്പോൾ ഒന്നും കൂടെ നാളത്തെ വീഡിയോസിലൊക്കെ ഒന്ന് കാണിക്കേണ്ടത്. ഞാനത് വിരിഞ്ഞപ്പോഴാണ് കേട്ടോ എൻ്റെ കണ്ണിൽ പെട്ടത്, അത് വിരിഞ്ഞ് നിൽക്കുന്നത്. എന്തല്ലേ ഭംഗി കാണാൻ. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ വിരിയുന്നത്. ആ വൈറ്റ് ഡോട്ട്സ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് ഈ ക്യാമറയിൽ അത്ര തന്നെ ഇതിൽ കിട്ടുന്നില്ല ഇതിൻ്റെ ഭംഗി. ഈ ഒരു കാശിത്തുമ്പോൾ ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ് കേട്ടോ. അത് ഏകദേശം തീരുമാനമായി തുടങ്ങി. എന്നാലും ഇനിയും ഒത്തിരി മൊട്ടുകൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോയിലും ഇവളെ പ്രതീക്ഷിക്കാം. പിന്നെ ബാൾസം ചെടികൾ അതൊരു രക്ഷയുമില്ല കേട്ടോ. ഒത്തിരി പൂക്കളാണ് പെട്ട് നിൽക്കുന്നത്. ഇതിൽ ഒത്തിരി മൊട്ടുകളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ അന്ന് ചെറുതായപ്പോഴേ കട്ട് ചെയ്ത് ഒഴിവാക്കിയില്ല, അതുകൊണ്ട് ഒറ്റ കമ്പുമ്മലാണ് ഈ ഫ്ലവറൊക്കെ നിൽക്കുന്നത്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു റോസ് മൊട്ട്. ഇതിപ്പോൾ ഒന്നും കൂടി വിടർന്നിട്ടുണ്ട് കേട്ടോ. തീരെ വിരിഞ്ഞിട്ടൊന്നുമില്ല, മുട്ടിൽ തന്നെയാണ് ഇപ്പോഴും അത് നിൽക്കുന്നത്. നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ. ഓക്കെ, ബൈ.